സോ ഡിഗ്രി ഏത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡന്റ് ആണെങ്കിലും വിത്തൗട്ട് IELTS തന്നെ നമുക്ക് UK രജിസ്റ്റേർഡ് നഴ്സ് ആവാം. MSc നഴ്സിംഗ് കൺവേർഷൻ പ്രോഗ്രാമിലൂടെ. പക്ഷെ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ടായിരിക്കില്ല വർക്ക് ചെയ്തത്. MSc നഴ്സിംഗ് കൺവേർഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡന്റ് ആവട്ടെ, അതല്ല നോർമലി ഇപ്പം BSc നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് MSc നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആവട്ടെ, ഇവർക്ക് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു 5 സ്റ്റെപ്പ് പ്രോസസ് ആണ്. നോർമലി NMCയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണം, ദെൻ ലാംഗ്വേജ് ക്രൈറ്റീരിയ എന്താണോ അത് മീറ്റ് ചെയ്യുക, CBT എക്സാം, പിന്നെ OSCE എക്സാം, പിന്നെ നോർമലി നമ്മൾ പറയുന്ന പോലെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ ഈ ഒരു ടോപ്പിക് തന്നെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, NMCയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ വൺസ് മൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ലാംഗ്വേജ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലാംഗ്വേജ് റിക്വയർമെന്റ് OET അല്ലെങ്കിൽ IELTS, ഇത് രണ്ടുമാണ് ആസ് ഓഫ് നൗ അക്സെപ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് എക്സാംസ്. IELTS ആണെങ്കിൽ ഓവറോൾ 7 വേണം, 7 മതി നമുക്ക്. അതിൽ 6.5 റൈറ്റിംഗിന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്വലന്റ് ആണ് OETയുടെ സ്കോറും വരും. സോ ലാംഗ്വേജ് ക്ലിയർ ആയതിനു ശേഷം നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആണ് CBT. CBT മീൻസ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. CBT മെയിൻലി ഇവാലുവേറ്റ് ചെയ്യുന്നത് ലൈക്ക് നോളജ് ഓഫ് നഴ്സിംഗ് കോൺസെപ്റ്റ്, ദെൻ ക്ലിനിക്കൽ സിനാരിയോ, പ്രൊഫഷണൽ പ്രാക്ടിക്കൽ സ്കിൽസ്. ഈ ഒരു 3 ടേംസ് ആയിരിക്കും മെയിൻലി ഇവാലുവേറ്റ് ചെയ്യുന്നത്. 4 hours ആണ് ഡ്യൂറേഷൻ വരുന്നത് CBT എക്സാമിന്റെ. 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഒരു 60% ആണ് പാസിംഗ് പെർസെൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്തത്. സെക്ഷൻ 1, സെക്ഷൻ 2 ആയിട്ടാണ് CBT കണ്ടക്ട് ചെയ്യുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മൾ CBT പറഞ്ഞു. CBTയിൽ 2 സെഷൻസ് ആയിട്ടാണ് മെയിൻലി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സെക്ഷൻ 1 പ്രൊഫഷണൽ വാല്യൂസ് ആൻഡ് എത്തിക്സ് ആണ്. സെഷൻ 2 ഫോക്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ പ്രാക്ടീസ് ആണ്. സോ ഈ ഒരു സെഷൻ 1, സെഷൻ 2 ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള OSCEയിലോട്ടാണ് പോകുന്നത്. OSCE എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. OSCE ഒരു പ്രാക്ടിക്കൽ എക്സാം ആണ്. കൂടുതലും ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ സ്കിൽസ് ആണ്. സോ നമ്മളിപ്പോ ഒരു 5 സ്റ്റെപ്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു. ഈ ഒരു 5 സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റുഡന്റ് ബാൻഡ് 5 വരുന്ന രജിസ്റ്റേർഡ് നഴ്സായിട്ട് എൻറോൾ ചെയ്യുന്നത്. സോ എന്താണ് ബെനിഫിറ്റ്? സോ ബാൻഡ് 5 എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാലറി ആണ്. സാലറി എന്ന് പറയുമ്പോൾ ഒരു GBP റേറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 29,000 GBP ആണ് ആനുവലി വരുന്ന ഇൻകം. നമ്മളത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ അപ് ടു 32 വരെ ഇവർക്ക് സാലറി ഇയർലി ഏൺ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സ്റ്റെപ്സ് അല്ലാതെ തന്നെ എല്ലാവർക്കും ലാംഗ്വേജ് ഇനിഷ്യലി നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു NMC കഴിഞ്ഞിട്ട് ഡയറക്ട്ലി പോകുന്ന ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. എല്ലാവർക്കും തന്നെ IELTS അല്ലെങ്കിൽ OET ഈ പറയുന്ന സ്കോർ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അവർക്ക് ഈ ഒരു ലാംഗ്വേജ് ഇല്ലാതെ തന്നെ രജിസ്റ്റേർഡ് നഴ്സ് ആവാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. സോ ആ ഒരു ടോപ്പിക്കും കൂടി നമുക്കിനി ഡിസ്കസ് ചെയ്യാം. MSc നഴ്സിംഗ് കൺവേർഷൻ പ്രോഗ്രാം കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും അതല്ല നോർമലി ഇപ്പം BSc നഴ്സിംഗ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും 1 year UK ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യാം. ദെൻ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. SIF എന്നാണ് പറയുന്നത്, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം ദ എംപ്ലോയർ. സോ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് റിക്വയർമെന്റ് എന്നുള്ളൊരു ക്രൈറ്റീരിയനെ നമുക്ക് ബൈപാസ് ചെയ്യാൻ പറ്റും. സോ UK മാത്രമല്ല, നിങ്ങൾക്കറിയാലോ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും ഹെൽത്ത് കെയർ ആവുമ്പോൾ ഡെഫിനറ്റ്ലി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. സോ ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാംസ് ആവട്ടെ, അതല്ല ഇങ്ങനെയുള്ള ഷോർട്ട് ടിപ്സ് ആവട്ടെ, ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്. MSc നഴ്സിംഗ് കൺവേർഷൻ പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ സർട്ടിഫൈഡ് സ്റ്റുഡന്റ് കൗൺസിലർ നിങ്ങളുടെ എല്ലാ പ്രോസസ്സിലും ഗൈഡ് ചെയ്യും. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.